സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നിപ്പോൾ ഡേ 20. ഞാൻ എൻ്റെ ഈ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയുടെ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. കോണ്ടന്റ് ക്രിയേഷൻ. ഞാനിപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്താ സംഭവം പോലും അറിയാതെ സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് ഇപ്പോൾ ഇന്ന് സ്റ്റോറി ടെല്ലിങ് 20ാമത്തെ എപ്പിസോഡിൽ എത്തിക്കുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രത്തോളം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. റെഫറൻസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ആകെയുള്ള ഒരു കുറച്ച് ഐഡിയ മീൻസ് വീഡിയോസ് കണ്ടിട്ടുള്ള ഐഡിയ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ റീലും കാര്യങ്ങളൊക്കെ കാണുന്ന ഇടയിൽ ആർക്ക് തോന്നുന്ന ഇടയിൽ ഇങ്ങനെ കാണുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് പോകുന്നു. അവരുടെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അത് സ്റ്റാർട്ട് ചെയ്തു ഏതായാലും. അപ്പോൾ ഞാൻ ഓൺ വോയിസിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് തന്നെ ഇതിന്റെ സ്ട്രഗ്ലിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഞാൻ തുടക്കത്തിൽ വിചാരിച്ചു ഇത് സിമ്പിളാണ്, ആർക്കും ചെയ്യാന്നുള്ള കാര്യമാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൽ എത്രത്തോളം റിസ്ക് എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആസ് എ ബിഗിനർ എന്നുള്ള ലെവലിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഓൺ വോയിസിൽ സ്റ്റാർട്ട് ചെയ്തു. ഓൺ വോയിസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങളാണ്, അതായത് എൻ്റെ ഓർമ്മകളാണ്. ഓർമ്മകളെക്കാട്ടി ഉപരി എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് എനിക്ക് മൈൻഡിൽ നിന്ന് എടുത്ത് ഡയറക്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്ത് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ആ ഒരു വീക്ക് പോയിന്റ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ എടുത്ത് പെണ്ണെടുത്ത് സ്ക്രിപ്റ്റ് ചെയ്താൻ തുടങ്ങി. സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ തന്നെ കുറെ റഫ് ചെയ്തു, എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഫൈനൽ ചെയ്തു. അങ്ങനെ ഫൈനൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓൺ വോയിസ് ഒക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ നമ്മൾ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി റീഡ് ചെയ്യുമ്പോൾ തന്നെ അതിനും ഭയങ്കര ഡിഫിക്കൽട്ടി. അപ്പോൾ മനസ്സിലായി ഇത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റേജിൽ മനസ്സിലായി. പിന്നെ എന്ത് കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണല്ലോ ഒന്ന് പഠിക്കുക. ഞാൻ റിയൽ ഫേസ് കാണിച്ച് സ്റ്റോറി ടെല്ലിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും അവിടെയും കുറേ ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോണാണ്, എൻ്റെ ക്യാമറയാണ്, ഞാൻ സ്ഥിരമായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം കൊണ്ട് കാര്യമില്ല. അതിലേക്ക് നോക്കിയിട്ട് അതുപോലെ ഇങ്ങനെ നോക്കി പറയാൻ തന്നെ ഭയങ്കര എന്തോ ഒരു ചടപ്പുള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇപ്പം അങ്ങനെയുള്ളതൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് തന്നെയായിരുന്നു നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് ഇതേപോലെ എഴുതും, റഫ് ചെയ്തു, എന്നിട്ട് അതിനെ ഒന്ന് ഫൈനലൈസ് ചെയ്യും. അത് ചെയ്തിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് തൊട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഇപ്പോൾ ഡയറക്റ്റ് പറയാൻ തുടങ്ങി. കാരണം പറഞ്ഞൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ തന്നെ എന്തായി, എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാം. ഇപ്പോൾ ഈ വീഡിയോസ് വരെ, ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന വ്ളോഗ് വരെ എൻ്റെ സ്ക്രിപ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഡയറക്റ്റ് എൻ്റെ മൈൻഡിലുള്ള കാര്യങ്ങൾ ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അതായത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും, അതായത് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ പറഞ്ഞ ആളുകൾ ഇപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ, ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും ഇതൊക്കെ എങ്ങനെ ഒരു അക്സെപ്റ്റ് ചെയ്യുമോ, ഒരു കളിയാക്കുമോ, ഒരു നമ്മളെ ചടപ്പിച്ച് വിടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ മൈൻഡിലുണ്ടാവും. ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊന്നും മൈൻഡാക്കിയത്, അതൊക്കെ ഞാൻ തട്ടി കളയാം. അങ്ങനെ കാര്യങ്ങൾ മൈൻഡിലുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കില്ല. അതൊക്കെയാണ് എനിക്കിപ്പോൾ ഇതിന് മനസ്സിലായത്. നമ്മൾ ഈ പറയില്ല അവരെന്ത് വിചാരിക്കും, ആ ഒരു സംഭവം നമ്മൾ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർന്ന് ഒരു കാര്യം നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പെർഫെക്ഷൻ നോക്കരുത് ഒരിക്കലും. അതാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ളത്. കുറേ ആളുകൾ എല്ലാ സെറ്റപ്പുമായിട്ട് നല്ലൊരു ക്യാമറ, നല്ലൊരു ടീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം വീഡിയോ എടുത്ത് തരാൻ ഒരാൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരിക്കലും ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ ഇത് കോണ്ടന്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊരു സബ്ജക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ആക്സസിബിൾ ഉള്ളത് ആ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ബാക്കിയൊക്കെ പിന്നെ എന്തെങ്കിലും അതിൻ്റെ ഓട്ടോമാറ്റിക് റെഡി വന്നോളൂ. ഞാൻ എൻ്റെ വലിയ പെർഫെക്റ്റ് ആയിട്ടോ അതേപോലെ ഒക്കെ റെഡി ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഇതൊന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഒരു 4 ദിവസം മുമ്പാണ് എനിക്ക് ചെറിയ ലെവലിലുള്ള കുറച്ച് ഐഡിയ കിട്ടിയത്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഡെയിലി കോണ്ടന്റ് ക്രിയേഷൻ നടക്കുമോ, ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നി തുടക്കത്തിൽ. ഞാനാണെങ്കിൽ സ്റ്റാർട്ടും ചെയ്തു. ഇനിയിപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനും വയ്യാന്നുള്ള അവസ്ഥയിലാണ് ചെയ്തു. കാരണം നമ്മൾ തുടങ്ങി വെക്കുന്നതൊന്നും നിർത്താൻ വേണ്ടിയിട്ടല്ലോ, അത് കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റന്റ് ആയി പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇനിയുള്ളതെങ്കിലും എന്ത് ചെയ്യുക, പെർഫെക്ഷൻ നോക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കോണ്ടന്റ് ആക്കി ഷെയർ ചെയ്യാൻ നോക്കുക. കോണ്ടന്റ് ആക്കാന്ന് പറഞ്ഞാൽ വെള്ളം ചേർത്താനുള്ള പരിപാടിയല്ല. എന്താണോ റിയലായിട്ട് തോന്നുന്നത്, റിയാലിറ്റി ആണെങ്കിൽ ആ റിയാലിറ്റിയുള്ള കാര്യങ്ങൾ കറക്റ്റ് നിങ്ങൾ ഓഡിയൻസിന് മുന്നിൽ എന്ത് ചെയ്യുക, പറയാൻ ശ്രമിക്കുക. പിന്നെ ചിലർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആകും കൊടുക്കാണ്ടാവുക, അത് അങ്ങനത്തെ രീതിയിൽ തന്നെ കൊടുക്കുക. തെറ്റായ ഇൻഫോർമേഷൻ ഒരിക്കലും കൊടുക്കരുത്. ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ ഇന്ത്യയിലായിട്ടുള്ള രീതിയിലാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ പോളിഷിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. ഓഫീസ് സെറ്റപ്പ് ആയതിനു ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒരു എപ്പിസോഡിൽ ഉണ്ടാവും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ. ഇനി മുതൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇടയിൽ റീസ്ട്രക്ചറിങ് അങ്ങനെ ഒരു ടോപ്പിക്കും കൂടി വരും. റീസ്ട്രക്ചറിങ് മീൻസ് ഒരു സബ്ജക്റ്റ് പോലെ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നെ തന്നെ റീസ്ട്രക്ചറിങ് ചെയ്യാനറിയില്ല. അതായത് എനിക്ക് പറ്റിയ കുറേ മിസ്റ്റേക്കുകളുണ്ട്. അത് ഞാൻ ഒരു 5-5.5 വർഷം എടുത്തു പഠിക്കാൻ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ. അത് നിങ്ങൾക്കും വരാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് നിങ്ങളായിട്ട്. എന്നിരുന്നാലും ഇനി സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇടയിൽ അതും കൂടി ഉണ്ടാവും. പുതിയ കാര്യങ്ങളൊക്കെ ബാക്ക് എൻഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യം. ബൈ.